ബോസ് സീസൺ 7 ആദിലയും നൂറയും ഷാനവാസും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, ഇക്കെന്താ എൻ്റെ കൈ മുറിഞ്ഞിട്ട് ഒന്നും ചോദിക്കാത്ത, എന്താ പറ്റിയെന്നൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഞാനല്ലേ മെഡിക്കൽ റൂമിൽ പോകാൻ ആദ്യം പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, നിങ്ങൾ നല്ല ഗെയിമേഴ്സാണ്, നിങ്ങൾ നന്നായി ഗെയിം കളിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും പറയൂ കേട്ടോ എന്ന്. ഒന്നും പറയണ്ടെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഒന്നും പറയണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ താല്പര്യമില്ലല്ലോ, എല്ലാവരും മിണ്ടാണ്ട് നടക്കാമെന്ന് പറഞ്ഞിട്ട് നൂറ് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ആ സമയത്ത് ആദിൽ ഷാനവാസിനോട് പറയുന്നുണ്ട്, ഇക്ക ഇന്ന് ടാസ്കിനിടയിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പേടിക്കാതെ നിന്നില്ലേ, എനിക്കറിയായിരുന്നു ഇക്ക അത് തട്ടിപ്പറിക്കില്ലായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, നിങ്ങൾ നല്ല ഗെയിമേഴ്സാണ്, നിങ്ങൾ നന്നായി ഗെയിം കളിക്കുകയെന്ന് പറയുന്നുണ്ട്. ഞാൻ ആ തൊഴിലാളി യൂണിയൻ്റെ കൂടെ നിന്ന് സമരത്തിന് പോകാനൊന്നും ആഗ്രഹിച്ച ആളുമല്ല, ഞാൻ അവിടെ നന്നായി നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെയാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് എനിക്കൊരു കോയിൻ പോലും തന്നില്ല നൂറ്. പിന്നെ ഞാൻ എന്തിനാണ് അവിടെ പണിയെടുക്കാൻ നിൽക്കുന്നത്? നിങ്ങളെന്താണെങ്കിലും നല്ല ഗെയിമേഴ്സാണ്, എനിക്കിതിനകത്തൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, എന്നോടൊന്നും സംസാരിക്കാൻ വേണ്ടെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ആദിലും ഷാനവാസൊക്കെ ഇത്രയധികം ഫ്രണ്ട്സ് ആയത് അനുമോളുടെ കുറ്റം പറയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഷാനവാസ് ഇന്നലെ അനുമോളോട് തൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമവും തുറന്നു പറയുന്നുണ്ട്. നീ എന്നോട് എന്താണ് ആ കൺസ്ട്രക്ഷൻ റൂമിൽ നിന്ന് പറ്റിയെന്ന് ചോദിക്കാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, സോറി പറയാത്തതിലൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാൻ അനുമോൾക്ക് കുറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ടീമുകളിലും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ജിസേൽ, ബിന്നി, റന, ഫാത്തിമ, ആര്യൻ ഇവരൊക്കെ പിരിയാനും തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷാനവാസ് ഇവരോട് പറയുന്നുണ്ട്, എനിക്കൊന്നും സംസാരിക്കാനില്ല, നിങ്ങൾ നന്നായി ഗെയിം കളിക്കുന്നുണ്ട്, നിങ്ങൾ നന്നായി ഗെയിം കളിച്ചോ.